ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് സവിത. ഞാൻ വീക്കാൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് DMEയുടെ കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പഠിച്ചത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ കുറച്ച് കാരണങ്ങളാൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ ടു ബി ഫ്രാങ്ക് കുവൈറ്റിൻ്റെ പ്രോമെട്രിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അതിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യദോഷമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കതിലും കുറച്ച് പാളിച്ചകളും കാര്യങ്ങളും ഒക്കെ പറ്റി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ യൂട്യൂബിൽ സാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ കാണുന്നത്. അപ്പം എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും മറ്റൊരു അക്കാഡമിയായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും വേറൊരു അക്കാഡമിയിലൊരു ഒരു ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഇൻഡെപ്തിലാണ് സാർ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതൽ പറയുക. ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അതിൻ്റെ ഓപ്ഷൻസ് വെച്ചിട്ട് മാക്സിമം പുതിയ ക്വസ്റ്റ്യൻസ് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഞാൻ ഇതുവരെ ഒരു ടീച്ചറിലും കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതയായിരുന്നു. പിന്നെ സാറിനെ സംബന്ധിച്ചിടത്ത് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യമൊക്കെ വന്ന സമയത്ത് പോലും സാർ എന്നോട് പറഞ്ഞത് ഉള്ളതടച്ച് ജോയിൻ ചെയ്തു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പം അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട, അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട, എന്താണോ ഇയാളുടെ കയ്യിലുള്ളത് അതടച്ച് ഇയാൾ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്ത് അതും ഭയങ്കരമായിട്ടൊരു ഭാഗ്യം തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ലാസ്റ്റ് എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മുന്നേ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ സാറിട്ടൊരു എഫേർട്ടാണ്. അതായത് പാതിരാത്രി ക്ലാസ് വയ്ക്കുന്നു, വെളുപ്പാങ്കാലത്ത് വയ്ക്കുന്നു. സാറിന് ശരിക്കും വോയിസ് റെസ്റ്റ് പോലും ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കത്തില്ല. നമുക്ക് ആസ് എ സ്റ്റുഡൻറ്റ് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയായിരിക്കും. പക്ഷെ സാറെടുക്കുന്ന എഫേർട്ട് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന എഫേർട്ടിനേക്കാളും 1000 മടങ്ങായിരിക്കും സാർ അന്നേരം എടുത്തിട്ടുണ്ടായിരിക്കുക. പല സാഹചര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, സാർ വോയിസ് ട്രെയിൻ എടുക്കുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ബാച്ചസ് ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ട് സാറിന് ത്രോട്ട് പ്രോബ്ലംസ് വരുന്നു. അപ്പോഴേക്കും സ്റ്റുഡൻസ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും, സാർ വോയിസ് റെസ്റ്റ് എടുത്തോ, നമ്മൾ പഠിച്ചോളാം എന്ന് വരെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും നമ്മുടെ ഓരോ കാര്യത്തിനും നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിന്നൊരു സാറ് തന്നെയാണ് സുരേഷ് സാറ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോൺ കോൾ വിളിച്ച് സാർ ഇങ്ങനെ ഒരു ഡൗട്ടുണ്ട് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അപ്പം തന്നെ നമുക്ക് മറുപടി കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണ് വാട്സപ്പിൽ ഏത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നമുക്ക് അപ്പം തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് സാർ തരുന്നുണ്ട്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നെയാണ് സാറിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഒരു ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൂരജ് സാറിൻ്റെ അണ്ടറിൽ വീക്കാൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും എനിക്ക് ഞാൻ മുന്നേ PSC ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ സാറിൻ്റെ റെക്കോർഡ് ക്ലാസ്സിനേക്കാളും ടു ബി ഫ്രാങ്ക് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് സാറിൻ്റെ റിട്ടൺ നോട്ട്സാണ്. സാറിൻ്റെ PDF-നേക്കാളും സാറിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി തന്ന റിട്ടൺ നോട്ട്സാണ് ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ അതിലിങ്ങനെ സാർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിലും ചില ഏരിയാസ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ സാറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. സാറിൻ്റെ ക്ലാസ്സുകൾ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ സാറ് നോട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സാർ ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.